നമസ്കാരം. കർണാടകയിലെ പോലെ ഹരിയാനയിലും മുസ്ലിം സംവരണം അനുവദിക്കില്ല എന്ന നിലപാടുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അമിത്ഷാ. ഹരിയാനയിലെ മഹേന്ദ്രഗഡിലെ പൊതുപരിപാടിക്കിടെയാണ് അമിത്ഷാ ഇത്തരമൊരു പ്രസ്താവന ആവർത്തിച്ചത്. നേരത്തെ കർണാടകയിലെയും തെലങ്കാനയിലെയും മുസ്ലിം സംവരണത്തിനെതിരെ അമിത്ഷാ രംഗത്തെത്തിയിരുന്നു. ഒക്ടോബറോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ തീവ്ര ഹിന്ദുത്വ കാർഡ് തന്നെ പ്രയോഗിക്കാനാണ് BJP തീരുമാനിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് അമിത്ഷായുടെ പ്രസ്താവന. കർണാടകയിലെ പോലെ ഹരിയാനയിൽ മുസ്ലിം സംവരണം അനുവദിക്കില്ലെന്നാണ് അമിത്ഷായുടെ വാദം. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും തട്ടിയെടുത്ത സംവരണമാണ് കോൺഗ്രസ് കർണാടകയിലെ മുസ്ലിങ്ങൾക്ക് നൽകിയത്. നേരത്തെയും കർണാടകയിലെയും തെലങ്കാനയിലെയും മുസ്ലിം സംവരണത്തിനെതിരെ അമിത്ഷാ രംഗത്തെത്തിയിരുന്നു. കർണാടകയിൽ മുസ്ലിം വിഭാഗത്തിനുണ്ടായിരുന്ന 4% സംവരണം നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് എടുത്തു കളഞ്ഞിരുന്നു. മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് അമിത്ഷാ അന്ന് പ്രതികരിച്ചത്. കർണാടക സർക്കാർ ഈ തീരുമാനം ധൃതി പിടിച്ച് എടുത്തതല്ല. തീരുമാനം വളരെ വൈകിയാണ് എടുത്തത്. വളരെ നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നുവെന്നും അന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന സംവരണം രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്നില്ല. മതാടിസ്ഥാനത്തിലുള്ള സംവരണം റദ്ദാക്കേണ്ടതാണ്. ഞങ്ങൾ അത് ചെയ്തു. 1 വർഷം മുമ്പേ ചെയ്യേണ്ടതായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയതോടെ മുസ്ലിം സംവരണം പുനഃസ്ഥാപിക്കുകയായിരുന്നു എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം പ്രധാനമായി BJP ഉയർത്തിയെങ്കിലും കർണാടകയിലും തെലങ്കാനയിലും പ്രതീക്ഷിച്ച വിജയം നേടാൻ അവർക്കായിരുന്നില്ല. മുസ്ലിങ്ങൾക്കെതിരെ രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നടത്തിയ പ്രസംഗം ഉൾപ്പെടെ വർഗീയ പ്രസംഗം നടത്തിയ സംസ്ഥാനങ്ങളിലെല്ലാം BJP പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ 46 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം മുന്നേറിയപ്പോൾ NDA സഖ്യത്തിന് 44 സീറ്റ് മാത്രമാണ് ലീഡ് നേടാനായത്. ആകെയുള്ള 10 പാർലമെന്റ് സീറ്റുകളിൽ 5 വീതം ഇരു മുന്നണികളും തുല്യത പാലിക്കുകയായിരുന്നു. ഗുസ്തി താരങ്ങളെ അപമാനിച്ച സംഭവവും അഗ്നിവീർ വിഷയവും കർഷക സമരവുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകുമെന്ന ഭയമാണ് BJPയെ തീവ്ര വർഗീയ കാർഡ് ഇറക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിലൂടെ ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും വോട്ടർമാരുടെ ശ്രദ്ധ വഴിതിരിച്ചുവിടാനാണ് ശ്രമം. ഹരിയാന ഈ തന്ത്രം തിരിച്ചറിയുമോ എന്ന് കാത്തിരുന്നു കാണാം.